ഭയത്തോടെ ജീവിക്കേണ്ടി വരുന്ന വനിതകൾക്ക് വേണ്ടി, എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി ഞാനും അവരുടെ പ്രായം കഴിഞ്ഞു വന്ന ഒരു വനിതയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള വനിതകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ തന്നെ ഒരു അനുഭവ കഥ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഞാൻ പറയുന്ന കഥ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് 1900കളിലാണ്. ഞാൻ അന്ന് എൻ്റെ 30കളിലാണ്. എൻ്റെ കുട്ടികൾ രണ്ടും കൊച്ചു കുട്ടികളായിരുന്നു. എൻ്റെ രണ്ട് കുട്ടികളും കൊച്ചു കുട്ടികളാണ്. പ്രൊഫസറായ ഭർത്താവ് ഡേ കോളേജിൽ പ്രവർത്തിക്കുന്നു. എന്നെ ഈവനിങ് കോളേജിലേക്ക്, അന്നും നിലവിലിരുന്ന ഗവൺമെന്റ് വൈരാഗ്യം തീർത്താണ് എന്നെ ഈവനിങ് കോളേജിൽ പോസ്റ്റ് ചെയ്തത്. അത് പോകട്ടെ, ആ കഥ ഞാൻ ഇവിടെ പറയുന്നില്ല. എന്നെ ഈവനിങ് കോളേജിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈവനിങ് കോളേജ് എപ്പോഴും മുതലാണ്? യൂണിവേഴ്സിറ്റി ഈവനിങ് കോളേജ് അന്ന് പ്രവർത്തിക്കുന്നത് 6:40 മുതൽ 8:40 വരെയാണ്. അപ്പൊ 6:40 മുതൽ 8:40 വരെ കോളേജിലെ പ്രവർത്തനം കഴിഞ്ഞ് കോളേജിന്റെ ഇതൊക്കെ പൂട്ടി ഇറങ്ങി വന്ന് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുൻവശത്തുള്ള ബസ് സ്റ്റോപ്പിൽ, യൂണിവേഴ്സിറ്റി ലൈബ്രറിയോട് ചേർന്നുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് പിടിച്ചു വേണം 10 കിലോമീറ്റർ ദൂരെയുള്ള എൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യാനായിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ബസ് പിടിച്ചു പോകുന്നത്? കാരണം ഞാൻ അന്ന് ഡ്രൈവ് ചെയ്യാറില്ല. തന്നെയുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ മക്കൾ രണ്ടും കൊച്ചു കുഞ്ഞുങ്ങളാണ്. ആ രണ്ട് കുട്ടികളെയും ആ സമയത്ത് ഉറങ്ങേണ്ട സമയമാണ്. രാത്രി 9:30 ഒക്കെ 10 മണിയൊക്കെ ആവും വീട്ടിലെത്തുമ്പോഴത്തേക്ക്. എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയാൽ പോലും അത്രയും സമയമാകും. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഉറങ്ങേണ്ട സമയമായത് കാരണം കൊണ്ട് എൻ്റെ ഭർത്താവിന് വന്ന് വിളിക്കാൻ പറ്റില്ല. ആ വണ്ടിക്കകത്ത് കുഞ്ഞുങ്ങളെ ഇട്ട് വരുന്നതൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രണ്ട് കൊച്ചു കുട്ടികളെ, ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ എടുത്ത് കാറിനകത്തിട്ട് എന്നെ വിളിക്കാൻ വരുന്ന കാര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ വേണ്ട, ഞാൻ ബസ്സിൽ വന്നു കൊള്ളാമെന്ന് ധൈര്യസമേതം പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിക്കുന്നു. അങ്ങനെ ഞാൻ ദിവസവും ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ബസ് ഇറങ്ങി, ഞാൻ അപ്പോൾ മണ്ണന്തല ഇറങ്ങിക്കഴിഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പാണ് മണ്ണന്തല സ്റ്റോപ്പ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും എനിക്ക് ഒരു 7 മിനിറ്റ് നടക്കണം. അങ്ങനെ നടന്നു വേണം എൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ നടന്നു വരുന്നതും പോകുന്നതും, എല്ലാ ദിവസവും വൈകുന്നേരം കോളേജിലേക്ക് പോകുന്നതും തിരിച്ച് നടന്ന് അവിടെ വന്ന് 9:30-10 മണി അടുപ്പിച്ച് ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുന്നതും ശ്രദ്ധിക്കുന്ന ആരോ. അങ്ങനെ ഒരു ദിവസം ഞാനങ്ങനെ ഞങ്ങൾ ഒരു കുളമുണ്ട്, ആ കുളത്തിന്റെ ഓരത്തോടെ നടന്നു വേണം എനിക്കങ്ങ് പോകാനായിട്ട്. അപ്പൊ അതില് ഒരു സൈക്കിളിൽ ഒരുത്തൻ ഓടി മുകളിലേക്ക് ഒരു തേരി കയറി പോകണം. എന്നിട്ട് ഒരു സൈഡില് തേരി കയറി ചെല്ലുമ്പോൾ ഒരു സൈഡില് സ്റ്റേഡിയമാണ്, മറു സൈഡിലുള്ള വഴിയാണ് എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പം ഈ സ്റ്റേഡിയം ചേരുന്നിടത്ത് ഒരു വിളക്കുകാലുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇലക്ട്രിസിറ്റിയുടെ ഒരു പോസ്റ്ററുണ്ട്. അപ്പൊ ഈ സൈക്കിളിൽ ഓടി കയറിയവൻ അവിടെ ചെന്ന് നിന്ന് ഞാൻ നോക്കുമ്പോൾ ഫ്രീ ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ഉടനെ എൻ്റെ ബാഗ് തുറന്നു. അതൊരു തേരി കയറി ചെല്ലുമ്പോഴാണ്. അപ്പം ഞാൻ കയറി അങ്ങ് ചെല്ലുമ്പോഴേ ഇവൻ ഈ ഫ്രീ ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഞാൻ എൻ്റെ ബാഗ് തുറന്നു. എൻ്റെ ബാഗ് തുറന്നിട്ട് ഒരു 12 ഇഞ്ചുള്ള കത്രിക, ഇരുമ്പ് കത്രിക. അതായത് നിങ്ങൾക്കറിയാമായിരിക്കും, സാധാരണ നമ്മുടെ ടൈലർമാർ, ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ ടൈലറിങ് പഠിച്ചിരുന്നു. വീട്ടിലൊരു ടൈലറെ കൊണ്ടുവന്നു, കാരണം വീട്ടിലെ മെയിൻ്റനൻസ് ഒക്കെ നടത്താൻ വേണ്ടി. അപ്പോൾ മേടിച്ചതാണ് ഈ 12 ഇഞ്ച് വരുന്ന ഒരു കത്രിക. ആ കത്രിക എടുത്ത് ഞാൻ മുറിക്കുമെടാ എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യസമേതം മുൻപോട്ട് ചെന്നതും അവന് ശരിക്ക് തോന്നി മുറിക്കുമെന്ന് തന്നെ. അവൻ പേടിച്ചു. ഞാൻ മുറിക്കുമായിരുന്നു എനിക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ. അവൻ ആ സ്റ്റേഡിയത്തിലേക്ക്, ആ സൈക്കിൾ അവിടെ ഇട്ടിട്ട് ആ സ്റ്റേഡിയത്തിലേക്ക് അവൻ ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നടന്ന് ചെന്ന് ആ സൈക്കിളിന്റെ ടയർ കുത്തി കീറിയിട്ടു. 2 ടയറും കുത്തി കീറിയിട്ടിട്ട് ഇനി ഇത് ചുമന്ന് തിരിച്ചു പോയാൽ മതി എന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി. അവിടുന്ന് പിന്നെയും എനിക്കൊരു 2 മിനിറ്റോടെ നടക്കണം കേട്ടോ. ഞാൻ അവിടുന്ന് കരഞ്ഞാലും എൻ്റെ വീട്ടിൽ കേൾക്കില്ല, ബഹളം വെച്ചാലും കേൾക്കില്ല. വളരെ അടുത്ത് വീടില്ല അന്ന്. അത് എത്ര വർഷം മുൻപാണെന്ന് നിങ്ങൾ ഓർക്കണം. 90കളുടെ ആരംഭത്തിലാണ്. ഇപ്പോഴാണ് ഇവിടെ എല്ലാം നിറയെ വീടുകളാണ്. അന്ന് അങ്ങനെ വീടുകളില്ല. അപ്പൊ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു പോന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാം ഒറ്റയ്ക്ക് ഇപ്പോഴും ഞാൻ ഒരുപാട് മീറ്റിങ്ങുകൾക്ക് വേണ്ടിയിട്ട് എറണാകുളം മുതൽ കോട്ടയം മുതൽ പല സ്ഥലത്തും പോകാറുണ്ട്. ഒരു കാറിലായിരിക്കും പോവുക. അപ്പോൾ ഈ പറയപ്പെട്ട ഈ കാർ ഡ്രൈവറെയൊക്കെ നമുക്ക് നല്ല വിശ്വാസമുള്ളവരായിരിക്കും. അവരെ നമുക്കൊരു അപകട സൂചനയുമില്ല. എങ്കിലും എവിടെയെങ്കിലും നിർത്തി ആ ഡ്രൈവർ തന്നെ ഒരു കാപ്പി കുടിക്കാനോ എന്തിനെങ്കിലും ഇറങ്ങി, അതും അല്ലെങ്കിൽ ഡ്രൈവറും ഞാനും മാത്രമേ ഉള്ളൂ എന്ന് കാണുന്നവര്, ഈ പറയപ്പെട്ട
അതായത് ഈ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, മദ്യവും മയക്കുമരുന്നുമാണ് ഇവിടുത്തെ. അത് മാത്രവുമാണോ, നമുക്ക് അപകടം വരാൻ വേറെയും കാരണങ്ങളുണ്ട്. 40 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ രാപ്പാർക്കുന്നത്. അത് മാത്രമോ, അതോ അവരൊക്കെ അവരുടെ കൂടും കുടുംബവും ഒക്കെ നാട്ടിൽ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇതൊക്കെ ഒരു ഇടവേളകളിലെ ഉന്മേഷമാണ് എന്ന് അവർ കാണുക ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത്. അതുകൊണ്ട് നാം എവിടെ പോയാൽ, ഞാൻ അപ്പൊ ഇപ്പോഴാണെങ്കിലും, അതായത് ഇപ്പോ പിന്നെ ഈ പ്രായത്തിൽ പോലും ഞാൻ പുറത്തേക്ക് ഇങ്ങനെ മീറ്റിങ്ങുകൾക്കൊക്കെ ആയി പോയി രാത്രി 10 മണിയൊക്കെ ആവും തിരിച്ചെത്താൻ, ദൂരേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്നൊക്കെ വരുന്ന അവസരത്തിൽ ഞാൻ ഇപ്പോഴും എനിക്ക് വേണ്ട ഡിഫൻസ് കരുതി തന്നെയാണ് പോവുക. സാധാരണ രീതിയിൽ ആർക്കും ഒരു തരത്തിലും എന്നെ ഉപദ്രവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസം കരുതി തന്നെയാണ് ഞാൻ പോവുക. പ്രിയപ്പെട്ട വനിതകളെ, നിങ്ങൾ ഒരു പോലീസിനെയും വിശ്വസിക്കേണ്ട. പോലീസുകാർ മിടുക്കരാണ്, അവർ നല്ലവരാണ്, അവർ നമ്മളെ പക്ഷേ അവരുടെ കൺവെട്ടത്തായിരിക്കില്ലല്ലോ നമുക്ക് അപകടം വരുന്നത്. അപ്പൊ നമുക്ക് അപകടം വരുന്നത് എവിടെ വെച്ചാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ നമുക്ക് സ്വന്തം ഡിഫൻസ് മെക്കാനിസം ഉണ്ടായിരിക്കണം. അത് ഈ പറഞ്ഞ പേപ്പർ സ്പ്രേ ആകാം. പേപ്പർ സ്പ്രേ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. ഈ പറയപ്പെട്ടതുപോലെ കത്രിക അതുപോലെയുള്ള ആയുധങ്ങളോ കയ്യിലുള്ളത് കൊണ്ട് രക്ഷപ്പെടണമെന്നില്ല. ഒന്നിലധികം പേരൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും. എങ്കിൽ പോലും നമ്മൾ സമർത്ഥമായി പിന്നെ എന്താ പറയുക, എതിർത്ത് നിന്നാണ് പരാജയപ്പെട്ട് മരണം കൈവരിച്ചത് എന്ന് പറയാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകണം. അങ്ങനെ സ്ത്രീകൾ ശക്തകളായാല്, അതായത് എപ്പോഴും നമുക്കൊരു കരുതലുണ്ട് നമ്മളെപ്പറ്റി, നമ്മുടെ സുരക്ഷയെ പറ്റി, നമ്മുടെ ആത്മാഭിമാനത്തെ പറ്റി. നാം സമ്മതിക്കാതെ ഒരുത്തനും നമ്മളെ തൊട്ടുപോകരുത് എന്ന ഒരു ആജ്ഞാസ്വരം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അങ്ങനെ ഒരു ആജ്ഞാസ്വരം ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മുടെ സ്വരത്തിലെ, നമ്മുടെ ഭാവത്തിലെ ഈ ഭാവം കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകും, വേണ്ട കളിക്കണ്ട എന്ന് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ വേണം നമ്മൾ പെരുമാറാൻ. അങ്ങനെ വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. എപ്പോഴും നമുക്ക് വേണ്ട ഡിഫൻസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ വയനാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ കരാട്ടെ പഠിക്കുന്നുണ്ട്, പെൺകുട്ടികള്. അവരൊക്കെ കരാട്ടെ പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് മേടിക്കണം എന്നാണ് ഞാൻ അവരോട് പറയാറുള്ളത്. കാരണം ഏത് സാഹചര്യത്തിൽ എവനെയും അടിച്ചൊതുക്കി അവനവന്റെ കാര്യം നേടി പോരാൻ പറ്റണം. അതിനുവേണ്ടിയാണ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നവരെ കുട്ടികൾ പഠിക്കണം, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. അതുപോലെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ കരാട്ടെ ഒക്കെ പഠിപ്പിക്കണം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി വരാനിരിക്കുന്ന കാലം ഇതിനേക്കാൾ നല്ല കാലമല്ല, ഇതിനേക്കാൾ മോശമായ കാലമാണ്. അങ്ങനെ മോശമായ ഒരു കാലം വരുമ്പോൾ നമ്മളുടെ പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാനും ഒക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ, ധൈര്യത്തോടെ എവിടെയും ഇറങ്ങിച്ചെല്ലാൻ, ഏത് സമയത്തും പോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവർ കരാട്ടയൊക്കെ പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഗവൺമെന്റ് പറയുമല്ലോ നൈറ്റ് ലൈഫ്. ഞാൻ ചോദിക്കുകയാണ്, ശുദ്ധ മണ്ടത്തരം വിവരക്കേട് പറയുന്ന സർക്കാരിനോട് ചോദിക്കുകയാണ്, നൈറ്റ് ലൈഫ് എവിടെയാണ്? കുടുംബം പിന്നെ എന്തിനാണ്? നൈറ്റ് ലൈഫിന് വേണ്ടി ഉള്ളതല്ലേ? മക്കൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അത് സ്വന്തം കുടുംബത്തിലാണ്. അങ്ങനെയാണ് നല്ലൊരു കുടുംബം ഉണ്ടാകേണ്ടത്. നല്ല മക്കള്, ആ മക്കൾ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് വളർന്നു വരേണ്ടത് നല്ല കുടുംബത്തിൽ നിന്നാണ്. അപ്പൊ അത് കുടുംബത്തിലാണ് നൈറ്റ് ലൈഫ് വേണ്ടത്. പിന്നെ തെമ്മാടികളെ പോലെ ഇപ്പൊ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ആ തെമ്മാടിയെ പോലെയുള്ള തെമ്മാടികൾക്കാണ് നൈറ്റ് ലൈഫ് വേണ്ടത്. അവർക്ക് വേണ്ടിയാണോ സർക്കാർ പണം ചെലവഴിച്ച് അവിടെ ഇവിടെയൊക്കെ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഓരോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇനി ടെക്കികൾക്ക് വേണ്ടിയാണോ നൈറ്റ് ലൈഫ് പറയുന്നത്? വേണ്ടല്ലോ. ടെക്കികളില് നൈറ്റില് ഡ്യൂട്ടി ഉള്ളവർ അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. അവർക്കപ്പോൾ ലൈഫ് ആഘോഷിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ആരാണ് ഈ രാത്രി കാലങ്ങളിൽ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് നടക്കുന്നത്? അതായത് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് മദ്യവിൽപ്പന. ആ മദ്യവിൽപ്പന വർദ്ധിപ്പിക്കാൻ ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമോ ആ മാർഗങ്ങളൊക്കെ സർക്കാർ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ ഇഷ്ടം പോലെ ചെലവായിക്കോട്ടെ, മയക്കുമരുന്ന് ചെലവായിക്കോട്ടെ എന്ന് ഗവൺമെന്റ് വിചാരിക്കില്ല. പക്ഷെ ഗവൺമെന്റിന്റെ മദ്യനയം മനുഷ്യരെ മയക്കുമരുന്നിലേക്ക്, അതായത് മദ്യത്തിന്റെ വില കേരളത്തിൽ ഉള്ളതുപോലെ മറ്റ് അയൽ സംസ്ഥാനങ്ങളിലെ ഇന്ത്യയിൽ എവിടെയുമില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ആ പണം ചെലവഴിക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട മദ്യപന്മാരെന്ത് ചെയ്യും? മയക്കുമരുന്നിലേക്ക് പോകും. ശകലം വിഷം ഉള്ളി ചെന്ന കഴിയുമ്പോഴത്തേനും അങ്ങ് മയങ്ങുമല്ലോ അതിനായിട്ട്. അപ്പൊ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റ് ഒരു കാര്യം ഓർക്കുക, സ്ത്രീകളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്ന് വെറുതെ വീമ്പിളക്കാതെ, വിഡ്ഢിത്തം പറയാതെ
നൈറ്റ് ലൈഫിന് ഊന്നൽ കൊടുക്കാതെ നൈറ്റ് ലൈഫ് വീട്ടിലാണെന്ന് ഈ സമൂഹത്തിലെ കുടുംബങ്ങളെയും മനുഷ്യരെയും പറഞ്ഞ് പഠിപ്പിക്കുക. അനാവശ്യ സമയത്തെ എവിടെ കണ്ടാലും നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ നടക്കുന്നവനാണെന്ന് കണ്ടാൽ അവനെ പൂട്ടി ജയിലിലിടുക. അല്ലാതെ ഇങ്ങനെ സ്ത്രീകളെ കിടന്നുറങ്ങുന്നിടത്ത് കയറി പീഡിപ്പിക്കുന്നവരെ മാത്രം പോലീസ് നടന്ന് പിടിച്ചാൽ പോരാ, അതിനുള്ള അവസരം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതും ഗവൺമെന്റിന് തന്നെ ചുമതലയാണ്.